ആരംഭിക്കുകയാണെന്നും ജനങ്ങൾ സംയമനം പാലിക്കണമെന്നും മുഖ്യമന്ത്രി അഭ്യർത്ഥിച്ചു. പ്രത്യേക സാഹചര്യം കണക്കിലെടുത്ത് പൊന്നാരി മംഗലത്ത് താൽക്കാലിക ക്യാമ്പ് അനുവദിച്ചേക്കുമെന്ന് പിന്നീട് നൽകിയ പത്രക്കുറിപ്പിൽ സർക്കാർ വക്താവ് വെളിച്ചപ്പാടിന് അല്പം വൈകിയല്ലേ? ഇവളെയും കൊണ്ട് ഓരോ വീട്ടിലും കയറി ഇറങ്ങി നേരിട്ട് കറന്നു കൊടുക്കല്ലേ. വെളിച്ചപ്പാട് പാലില് വെള്ളം ചേർത്തൊന്നും ആരും പരാതി പറയാൻ പാടില്ല. എന്നാ പിന്നെ ഉള്ള സമയം കളയണ്ട, വേഗം ആയിക്കോട്ടെ. അങ്ങനെ അങ്ങോട്ട് കറക്കാൻ പറ്റുമോ സരോജനമ്മേ? ഇനി കാമധേനായിട്ടുള്ള കറക്കൊക്കെ നിർത്തിക്കോളീം. പട്ടാളം ഇറങ്ങാൻ പോണ പട്ടാളോ. പിലാക്കണ്ടി 3 പേരും മുക്കിയിട്ട് വണ്ടി നീങ്ങണില്ലടാ. തള്ളാൻ അഞ്ഞ് തള്ളു. ഇതുപോലെ അങ്ങോട്ട് തള്ളി സെക്കൻഡ് ഗിയറിലോട്ട് തട്ടിയാൽ വണ്ടി സ്റ്റാർട്ട് ആവും. കൊറേ നേരമായിട്ട് തള്ളുന്നതല്ലാതെ വണ്ടി സ്റ്റാർട്ട് ആകുന്നില്ലല്ലോ. ഇതും ഡ്രൈവിംഗ് പാഠത്തിലുള്ളതാ. ഇനി ഈ വണ്ടി അധികം തള്ളണ്ടി വരില്ല ഗോപാലജി. അതെന്താ പിലാക്കണ്ടി? ബംഗ്ലാവൂന്നില് പട്ടാളം ഇറങ്ങാൻ പോവാ. എക്സ് അല്ല, ഒറിജിനൽ. നീ നേരെ ഓടാ. കൃഷ്ണ, ഇത് പുലിവാലാവട്ടെ അംസക്ക. നമ്മളും അത് തന്നെയാണ് ആലോചിക്കുന്നത്. നിങ്ങൾ ആലോചിച്ചിട്ടിരുന്നോളി, അപ്പോഴേക്കും പട്ടാളം എത്തും. തലപ്പാറച്ചേരിയിൽ എന്തോ കുഴപ്പം ഉണ്ടായിച്ചിട്ട് പൊന്നാരി മംഗലത്തെ പട്ടാളം ഇറങ്ങണം എന്തിനാണ് എനിക്ക് മനസ്സിലാവാത്തത്. അവിടത്തെ കുഴപ്പം കൊണ്ടല്ല ഇവിടെ പട്ടാളത്തെ ഇറക്കണത്. നാട്ടിൽ എവിടെ കുഴപ്പമുണ്ടായാലും ഇറക്കാനാ. നമ്മുടെ കാലക്കേടിന് സർക്കാരിന്റെ കുറച്ച് ഒഴിഞ്ഞ സ്ഥലം ഈ പൊന്നാരിമംഗലത്ത് ആയിപ്പോയി. മാത്രല്ല ബംഗ്ലാവ് കുന്നിൽ വാച്ച് ടവർ കെട്ടി നോക്കിയാ അവർക്ക് ആ ചേരി കാണും ചെയ്യാ. അതിന് പഞ്ചായത്ത് സമ്മതിച്ചോ? സർക്കാർ സ്ഥലം വിട്ടുകൊടുക്കുന്നതിന് പഞ്ചായത്ത് എന്തിനാ അറിയണേ? ഞാൻ തന്നെ വിവരം അറിയണത് ഞങ്ങളുടെ ലീഡറെ വീട്ടിൽ നിന്നാ. നമ്മുടെ പോലീസുകാരും നാട്ടുകാരും തല്ലല്ലേ ഈ പ്രതിപക്ഷത്തിന് കുഴപ്പമുള്ളൂ. പട്ടാളം വന്ന് തല്ലേ കൊല്ലേ ചെയ്താല് ഇവർക്ക് ഒരു കുഴപ്പമില്ലല്ലോ എന്നാണ് പൈശാചികവും മൃഗീയവുമായി മുഖ്യം വിളമ്പിയത്. ചതിച്ചൂലോ എന്റെ ഭഗവതി. പട്ടാളം ഇറങ്ങിയാ പിന്നെ ഇവിടെ പെൺകുട്ടികൾക്ക് വഴി അടക്കാൻ പറ്റുമോ? വായിച്ചിട്ടില്ലേ പേപ്പറില് പട്ടാളം അവിടെ ബലാത്സംഗം ചെയ്തു, ഇവിടെ ബലാത്സംഗം ചെയ്തു എന്നൊക്കെ? ഇങ്ങനെ ഒരു അപകടത്തെ പറ്റി നിങ്ങൾ വെളിച്ചപ്പെട്ടപ്പോഴൊന്നും പറഞ്ഞില്ലല്ലോ. വെളിച്ചപ്പാട് വേണ്ട സഖാവേ, ഭഗവതി കളിയാക്കണ്ട. ഈ ഗുളിക പണിക്കൊരു പ്രശ്നം വെച്ചപ്പോഴേ പറഞ്ഞതല്ലേ ഈ നാട്ടിൽ എന്തൊക്കെയോ അനർത്ഥങ്ങൾ ഉണ്ടാവൂന്ന്. എന്നിട്ട് ഭഗവതിക്ക് വല്ല പരിഹാരം ചെയ്തോ? ഇല്ല. വരണതൊക്കെ അനുഭവിക്കല്ലേ. ഇതിന്റെ പുറത്തേക്ക് ഇറങ്ങിയുള്ള കച്ചവടം കിച്ചോടൊന്നും വേണ്ട വിവാത്തു. ഇവിടെ പട്ടാളം ഇറങ്ങാൻ പോണ്ടെന്ന്. എന്തിന്റെ പുകിലും ഇപ്പൊ പട്ടാളം ഇറങ്ങാനും വേണ്ടി? പൊയ്ക്കോ. നിങ്ങൾ അങ്ങനെ പേടിക്കാൻ മാത്രം ആളെ പിടിച്ച് വിഴുങ്ങൊന്നുമില്ല പട്ടാളം. ഞാൻ പണ്ട് ഡെറാഡൂളായിരുന്നപ്പോ പൊന്നാരി നാരായണ ഞങ്ങൾ പോയി കടന്നോളിട്ടോ. ഇവിടുന്ന് ആള് കയ്യിൽ പോയി ഡെറാഡൂണിൽ എത്തിക്കുന്നു. കയറിൽ പിടിമുറുക്കി വലത് കാൽ ഉയർത്തി ഇടതുകാലിൽ ഊന്നി വലത് കാലെടുത്ത് പുറത്തമർത്തി വലത് കാൽ പെരുവിരലിലൂന്നി കശേരുക്കളെ തഴുകിയാവോ. ഇന്ന് ഏത് ഞരമ്പും പിണച്ചോണ്ടാണാവോ നിന്റെ അച്ഛൻ വരുന്നത്. സായിപ്പിനെയും മദാമിയും പിഴിയാൻ കിട്ടുന്നില്ലെന്ന് വെച്ച് തിരുമാരുടെ കൂലി മുതലാക്കാൻ അച്ഛൻ തന്നെ എണ്ണ പതിൽ കിടക്കേണ്ട വല്ല കാര്യമുണ്ടോ? എവിടെ നായര് വൈദ്യരെവിടെ? അച്ഛൻ അവിടെ ഉണ്ട്. സ്വന്തം തടി തന്നെ നിങ്ങൾക്ക് തിരുമ്മി പഠിക്കാൻ തന്ന എനിക്കിത് വരണം. കാലമാടാ. വിശാല അപ്പോഴേ പറഞ്ഞതാ അവളുടെ കരിനാക്ക് പലിച്ചു. അച്ഛാ മോളെ ഇപ്പുറത്തേക്ക് വാ. ഇവന്മാരെ എന്റെ കഴുത്തോടിച്ചിട്ടിരിക്കുക. വന്നിരിക്കണു. ഓ ആ എംബോക്കിന് ഇപ്പൊ തന്നെ കെട്ടിയെടുത്താ. അവനോട് ഇങ്ങോട്ട് വരാൻ പറ. അവനെന്ന് ഞാൻ കാണിച്ചു കൊടുക്കാം. കാണിക്കേണ്ടവരെ കാണിച്ചാ മതി. ആ കാണിക്കണത് ഇങ്ങോട്ട് കാണിക്കാൻ നിന്നാലേ പിന്നെ കാണിക്കണ്ടാവൂല. ഇയാൾ കുറെ നേരമായല്ലോ കണക്കുണ വക്കീൽ നോട്ടീസ് അയച്ചാ ഞങ്ങൾ പേടിക്കൊന്ന് വിചാരിച്ചാ. അപ്പൊ തനിക്കത് കിട്ടിയില്ലേ? താൻ അനുസരിച്ചില്ലെങ്കിൽ കോടതിയെ കൊണ്ട് തന്നെ അനുസരിപ്പിക്കടോ. നേരെ നോക്കി സംസാരിക്കടോ. ഞാനൊന്നും ചെയ്യാൻ പോണില്ല. ആ പേടി എനിക്കില്ലടാ പോലീസുകാരാ. ഇവന്മാരെന്നെ ഒന്ന് ചവിട്ടി തിരുമ്മിയതാ. എന്റെ ഞരമ്പ് ഒന്ന് പിഴച്ചു. നല്ല തിരുമുകാരാ. ഞാൻ ചെയ്യേണ്ടത് നിങ്ങൾ ചെയ്തു. കൺഗ്രാറ്റുലേഷൻസ്. ശരിയായില്ലോ. ശരിയായിന്നേ. എന്ത് സുഖ. ഇനി ശരിയാകേണ്ടത് തന്റെ കേസാ. അപ്പൊ പറയേ, എന്തായി തന്റെ തീരുമാനം? എപ്പോഴും സ്റ്റേഷൻ കിട്ടണം കേശവൻ സാറേ. ആ വെള്ളം അങ്ങ് വാങ്ങി വെച്ചേരി നായരെ. അത്ര തിടുക്കുള്ള കെട്ടോണി പിന്നെ എന്തിനാണോ ഓലത്താൻ പോയത്? വീട്ടിൽ കയറി വന്ന് വാക്കുകൾ ഉപയോഗിക്കുന്നത് സൂക്ഷിക്കണം. പോലീസുകാരന്റെ നിഘണ്ടുവിലെ ഏറ്റവും നല്ല ഭാഷയാണ് ഞാൻ ഇപ്പോ പ്രയോഗിച്ചത്. എന്നെ കൊണ്ട് വെറുതെ ഡിക്ഷണറി തുറപ്പിക്കല്ലേ. അയ്യോ, വൈറ്റ് ഹൗസ് കത്തുമ്പോൾ ബുഷിന്റെ ഒരു വീട് കത്തിക്കില്ലേ? വൈറ്റ് ഹൗസ് കത്തിയോ? എപ്പോ? ഇന്ന് വെളുപ്പിന് 6:30. അയ്യോ, കത്തിയോ? വർഷങ്ങളായിട്ട് ആ പോലീസ് സ്റ്റേഷന്റെ വാടകയോ തരുന്നില്ല. എന്നെങ്കിലും ഒന്ന് ഒഴിഞ്ഞു തരാന്നുള്ളൊരു ഉറപ്പോ അതുമില്ല. ടൂറിസ്റ്റുകളെ ആകർഷിക്കാൻ സർക്കാർ കോടികളാ മുടക്കാൻ പോണത്. പിന്നെ ഈ പൊന്നാരിമംഗലത്തേക്ക് സായിപ്പ്മാരും മദാവന്മാരും ഒഴുകല്ലേ. ആ കെട്ടിടം കിട്ടിയിട്ട് എന്റെ തിരുമ്മ കേന്ദ്രം ഒന്ന് വികസിപ്പിക്കാന്ന് വിചാരിച്ചപ്പോ അതെ, ഞങ്ങളവിടെ തിരുമലന്റെ ഡെയിലി കള്ളന്മാരെ. നിങ്ങളൊന്ന് നിർത്തിക്കാൻ. ഇതിലും വലിയ പ്രശ്നത്തിൽ ഈ ഗ്രാമം.
പട്ടാളം വരണ വിവരം നായർ അറിഞ്ഞു കാണല്ലോ. വരട്ടടോ, പട്ടാളം വന്നിട്ട് വേണം ഇവിടുന്ന് ചെലവന്മാരെ കൊന്ന് തുരത്താൻ. പട്ടാളോ? സാറൊന്നും അറിഞ്ഞില്ലേ? അയ്യോ. പട്ടാളം കൂടി വന്ന എന്റെ അവസ്ഥ പിന്നെ എന്താവൂടോ? വില പോകുന്ന ഉറപ്പാ. അതിനു മുമ്പ് താൻ എന്നെ ഏതെങ്കിലും ഒരു ഓണം കേറാൻ മൂലെ കൊണ്ട് തട്ടടോ. ഇവിടെ ഉള്ളത് ആകെ ഒരു അടക്കാമോഷണോ തേങ്ങാമോഷണോ. പട്ടാളം കൂടി വന്ന അതും നിന്നു പോവും. താൻ പറ, തന്റെ ഗ്രൂപ്പിൽപ്പെട്ട ആരെങ്കിലും ഞാൻ പിടിച്ചിട്ടുരുട്ടാം. അങ്ങനെയെങ്കിലും ഒരു സ്ഥലം മാറ്റം. ഇതിനിടയിൽ സാറിന് ഇവിടുന്ന് തട്ടാനോ? എന്റെ പടച്ചോനെ, അയ്യോ ഒന്ന് നിൽക്കണേ. പട്ടാളത്തിനെതിരെ നാളെ മുതൽ പൊന്നാരിമംഗലത്ത് പ്രതിഷേധം ആളി കത്താൻ പോവാ. ആളി കത്തിക്കാനുള്ള ഫണ്ടിലേക്ക് ഉദാരമായി സംഭാവനകൾ പ്രതീക്ഷിക്കുന്നു. എടോ മൊയ്ത് പിലാക്കണ്ടി, താൻ പല സമരത്തിന്റെ പിരിവിനോട് വന്നിട്ടില്ലേ? ഉവ്വ്. ഞാൻ തന്നിട്ടില്ലേ? പൂവല്ലോ. എന്നാൽ ഈ കാര്യത്തിൽ താൻ എന്റെ കൂടെ നിൽക്കണം. പട്ടാളത്തെ നമ്മൾ സ്വീകരിക്കണം. ഒന്നില്ലെങ്കിലും നമ്മുടെ രാജ്യം കാക്കണവരല്ലേ അവര്. നായരെ ചതിക്കരുത്. പിരിവ് തന്നില്ലെങ്കിൽ സമരം പൊളിക്കരുത്. നാളെ അങ്ങാടിയിൽ ജനകീയ പ്രതിഷേധത്തിന് തുടക്കമിടുകയാണ്. ബഹുമാന്യരെ, ഞാൻ എന്ന വനിത തന്നെ പ്രസിഡന്റ് ആയിരിക്കുന്ന ഈ പൊന്നാരിമംഗലം പഞ്ചായത്തിൽ സ്ത്രീകൾ ഏറ്റവും ഭയക്കുന്ന വീരന്മാരായ പട്ടാളക്കാർക്ക് ക്യാമ്പിന് സർക്കാർ സ്ഥലം വിട്ടുകൊടുത്തതിന്റെ ഉദ്ദേശശുദ്ധിയാണ് എനിക്ക് മനസ്സിലാകാത്തത്. പ്രിയമുള്ളവരെ, സുലോചന ഇപ്പൊ നിന്റെ ഭാര്യ മാത്രല്ല, പിന്നെ ഈ പഞ്ചായത്തിന്റെയും പാർട്ടിയുടെയും ചെയർപേഴ്സണാ. വീട്ടുകാരെ മാത്രല്ല, ഒരു പൊതുപ്രവർത്തകനുള്ള ഓർമ്മ വേണം. പിന്നെ ഇന്ത്യൻ പ്രേമേട്ട, നീ വൈകിട്ട് വീട്ടിലേക്ക് വാടി. നിനക്ക് സ്വീകരണം അവിടെ തരാം. അയ്യോ, ഈ തർക്കം തീർക്കാൻ പട്ടാളം തന്നെ ഇറങ്ങണം. പട്ടാളത്തിനെതിരെ പോരിനിറങ്ങിയിരിക്കുന്ന പൊന്നാരിമംഗലം നിവാസികളെ, സബ് ലോഗോं को നമസ്കാർ. പട്ടാളം को क्या मुश्किल है? നാടും വീടും ഉപേക്ഷിച്ച് രാജ്യം കാക്കാൻ വെയിലത്തും മഴയത്തും തണുപ്പത്തും ജീവിതം ഹോമിക്കാൻ വിധിക്കപ്പെട്ട ഞങ്ങളെ നിങ്ങൾ സഹായിക്കല്ലേ വേണ്ടത് എന്ന് ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്. നമ്മുടെ ഗൾഫ് യുദ്ധത്തിൽ പോലും അമേരിക്കൻ പട്ടാളക്കാർക്ക് ഭാര്യമാരെ വരെ വിമാനത്തിൽ ഇറക്കി കൊടുത്തില്ലേ? എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ പണ്ട് ഞാൻ ഡെറാഡൂണിലായിരുന്നപ്പോ നിങ്ങളോട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടില്ലേ ഡെറാഡൂൺ എന്ന് പറയരുതെന്ന്. പോരാത്തതിന് പട്ടാളത്തിനൊരു വക്കാലത്ത്. പിന്നെ ഡെറാഡൂൺ അല്ലാതെ കോയമ്പത്തൂർ എന്ന് പറയാൻ പറ്റൂ? ഇയാൾ എന്താ പറയണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല സുഹൃത്തുക്കളെ. പട്ടാളം പൊന്നാരിമംഗലം വിട്ടു പോവുക. ക്വിറ്റ് ഇന്ത്യ, ക്വിറ്റ് ഇന്ത്യ. ഈ പൊന്നാരിമംഗലത്തെ ഓരോ മണൽ തരി പോലും പട്ടാള പരുവ് തടയുവാൻ ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ് നാട്ടുകാരെ. എന്നിട്ടും പട്ടാളമുടെ തമ്പടിക്കാൻ മുതിർന്നാൽ നമ്മുടെയൊക്കെ ശവങ്ങളിൽ ചവിട്ടിയിട്ട് വേണം അവർക്ക് ഈ മണ്ണിൽ കാലുകുത്താൻ എന്നിതാ ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു. ഓരോ പുൽക്കൊടിയിലും ഓലത്തും ആരും ഓടരുത്. फौजी में था क्या? जी साहब. हाँ कर. तो क्या? नीचे उतरो.
ഇതാ എത്തിക്കഴിഞ്ഞു നാട്ടുകാരെ. പൊന്നാരി മംഗലത്തെ കാക്കാൻ ജവാന്മാരിങ് എത്തിക്കഴിഞ്ഞു. സ്വാഗതം, സ്വാഗതം, സ്വാഗതം. സ്വാഗതം, സ്വാഗതം, സ്വാഗതം. അനുമോദിക്കുക, ആശീർവദിക്കുക, പൂച്ചുണ്ടുകൾ അർപ്പിക്കുക. അഭിവാദ്യങ്ങൾ, അഭിവാദ്യങ്ങൾ, പട്ടാളക്കാർക്ക് അഭിവാദ്യങ്ങൾ, അഭിവാദ്യങ്ങൾ. ഉമ്മാ. എന്താണ് പഹന്മാരെ കാലിന്റെ ശക്തി ഇല്ലേ? ഇമാര് നാല് നടത്താൻ നടന്നാ മതി നാട് കുട്ടിച്ചോറാവാൻ. അമ്മേ ഭഗവതി. കുഞ്ഞാമിന ആന്റി കുഞ്ഞു മാഷി കാണാൻ നന്നായി. കഴിഞ്ഞ പ്രാവശ്യം നിനക്ക് അവിടുത്തെ പട്ടിയുടെ കടി കിട്ടിയില്ലേ? ആ അത് ചേച്ചിനെ ഒറ്റയ്ക്കാക്കി ഓടിയിട്ടല്ലേ? ചേച്ചി പട്ടാളം തന്നെ. ചേച്ചി ഓടിയോ? ഓടിയോ? എന്താ പട്ടാളം എന്തോ പിടിക്കാൻ പോണത് കാണാനാ ഞങ്ങള്. വ്യായാമം ചെയ്യാനും സമ്മതിക്കല്ല അച്ഛാ. ഇത് ജോഗിങ്ങാ, ജോഗിങ് ജോഗിങ്. എന്ന് വെച്ചാല് നമ്മൾ എക്സസൈസ്. എക്സസൈസ് അല്ല, പട്ടാളം. സൈഡിൽ ഇതുപോലത്തെ വരട്ടാ വേണ്ട. ഹംസക്ക ഒരു ചായ. ബഹളം കൂട്ടലടാ അപ്പാച്ചി, ചായ എടുത്തു തരാം. ഇന്നലെ രാത്രി അതിൽ കൂടെ പോകുമ്പോ പാട്ടും കൂത്തും ഒക്കെ കേട്ടെന്നാണ് നമ്മളെ ചെത്തുകാരൻ ബാസ് പറഞ്ഞത്. ഇതുവരെ പുറത്തേക്ക് പോയപ്പൊന്നും ഉണ്ടായില്ല. അതിനുള്ള സമയമായിട്ടുള്ള ഹംസേ, സ്ഥലത്തെ സ്ഥിതി വിവര കണക്കുകൾ അനുസരിച്ച് പട്ടാളം പുറത്തിറങ്ങി കളിക്കൂ. അത് ഞങ്ങളുടെ കാലത്തും അങ്ങനൊക്കെ തന്നെയാ. ബഹുവചനം വേണ്ട, ഞങ്ങളെ കാലത്ത്. അതെ, പട്ടാളം അടങ്ങിയിരിക്കുന്ന ആരും കണക്കാക്കണ്ട. ഓരോ ജീവൻ രക്ഷാ പോളിസി എടുത്താൽ അവരവരുടെ കുടുംബത്തിന് ഉപകരിക്കും. എപ്പോഴാ അവരുടെ തോക്ക് പൊട്ടുക എന്ന് പറയാൻ പറ്റില്ലല്ലോ. എന്തൊക്കെയോ അനർത്ഥങ്ങൾ വരുന്നുണ്ട്. ഒന്ന് പ്രശ്നം വെച്ചാലോ? എന്നിട്ട് വേണം ഇവിടെ വേറെ പ്രശ്നം ഉണ്ടാവാൻ അല്ലേ? പ്രശ്നമാവണം. ഈ നാട്ടുകാർ അനുഭവിക്കും വേണം. അല്ലെങ്കിൽ ആരോടെങ്കിലും അഭിപ്രായം രൂപീകരിച്ചാണോ സർക്കാരിന്റെ ഈ നടപടി? ഇതാണോ ജനാധിപത്യം? ഇത് ജനാധിപത്യം അല്ല വിലാക്കണ്ടി, ഇതിന്റെ ചായ ക്ലാസ്സാ. കണ്ടിയേട്ടാ, ഈ പട്ടാളക്കാരുടെ മുടി വെട്ടാൻ ഓർഡർ കിട്ടുമോ? ഒരു 10 തല കിട്ടിയിരുന്നെങ്കിലേ. കണ്ടിയേട്ടൻ നിന്റെ അപ്പന്റെ ആ നിന്റെ തല അവനെടുക്കാണ്ട് നോക്കിക്കോ. പഹായ അവനെ കളിയാക്കണ്ട പിലാക്കണ്ടി. വിക്കും വെച്ച് ഒറ്റ പ്രാക്ക് മതി, 4 പ്രാക്കിന്റെ തൂക്ക. പുസ്കാരനോ? വിളിക്കാൻ നിങ്ങൾക്ക് ഈസി, കേൾക്കാൻ എനിക്ക് സുഖം. പുസ്കു. അതെടുക്കറില്ല. ഇവിടെ ചുറ്റിക്കറങ്ങിയാർന്ന പട്ടാളത്തിന്റെ മുമ്പിൽ ചെന്ന് പെടാതെ നോക്ക്. അവര് തോക്കെടുത്തൊന്ന് പിഷ്കോ ഒന്ന് കാച്ചാണ്ടല്ല, പിന്നെ പുഷ്കോ എന്ന് വിളിക്കാൻ ആള് ബാക്കി ഉണ്ടാവില്ല. നിന്ന് വിളിക്കലടാ കുട്ടി പിശാശേ. നീ തിരുമാൻ സായിപ്പിനെ കൊണ്ടുവരാന്നും പറഞ്ഞ് കമ്മീഷൻ മേടിച്ച് മുങ്ങിയിട്ട് നാളെ എത്രയിടാ? ഞാൻ തിരുമുകാർക്ക് കൂലി കൊടുത്ത് മുടിഞ്ഞു. ഞാൻ സെർച്ച് കഴിഞ്ഞിട്ടാണോ? നിന്റെ ഒരു സെർച്ച്. കന്യാകുമാരിയിലെ ഏതോ ട്രാവൽസിലെ ഗൈഡ് ആണെന്നും പറഞ്ഞ് ഇവന് ഈ പണി ഏൽപ്പിച്ചപ്പോഴേ വിശാലം പറഞ്ഞതാ, ഞാൻ കേട്ടില്ല. നിന്ന് ഇളിക്കാതെ ആ കലാമണ്ഡലത്തിന്റെ ഗേറ്റിലോ ഭാരതപ്പുഴയുടെ തീരത്തോ കറങ്ങി നടക്കണ ഏതെങ്കിലും സായിപ്പോ മദാമ ഉണ്ടെങ്കിൽ ഒന്ന് വിളിച്ചിട്ട് വാടാ. പട്ടാളം ഇറങ്ങിയ സ്ഥിതിക്ക് നമുക്ക് അവരൊന്ന് ക്യാൻവാസ് ചെയ്താലോ വൈദ്യരേട്ടാ? ഞാനൊരു ഒറ്റ അത് ശരിയാ. നേരെ ക്യാമ്പിലോട്ട് അല്ലേ, അവർക്ക് ഉന്നം പിടിക്കാൻ ഒരു മനുഷ്യകോലത്തിന് കിട്ടാൻ കാത്തിരിക്കുക. അതിന് ഓർക്ക് മനുഷ്യക്കോലം തന്നെ വേണ്ട ഗോപാൽജി. ഇതാരാ? ഇതാണ് പട്ടാഭി സാറ്. പട്ടാമ്പിയ? പട്ടാമ്പി അല്ല, പട്ടാഭി. പാലക്കാടൻ പട്ടര. പട്ടാളം പട്ടാളം. ഹലോ, തന്നെ ഇറങ്ങി വാടോ. എന്താണോ വിളിച്ചാ വരാനും മടി? എന്തിനാ സാറേ? ഓ, അപ്പൊ താൻ കാര്യം എന്തെന്ന് അറിഞ്ഞാലേ കയറുള്ളൂ. അതല്ല. നഗർ എടോ, അങ്ങോട്ടല്ല മുമ്പോട്ട്. ഒന്ന് വേഗം ആവട്ടോ. പറച്ചോനെ നമ്മളെ സുഖൂനെ പട്ടാളം പൊക്കിയല്ലോ.
പോലീസായാലും പട്ടാളായാലും അങ്ങനെ ഒരാളെ കസ്റ്റഡിയിൽ എടുക്കാൻ പറ്റോ? ഇതിന് ചില നിയമങ്ങളൊക്കെ ഉണ്ടേ. പട്ടാളല്ലേ പൊക്കിയത്, കുറച്ചു പേര് ആ ചെറുക്കന്റെ വീട്ടിൽ ചെന്ന് വിവരം അറിയിക്കാം. ഇനിയിപ്പോ ചിലപ്പോ കാണാൻ പറ്റിയില്ലെങ്കിലോ? നമുക്ക് കുറച്ചാൾക്ക് ക്യാമ്പിലേക്ക് പോകും. എനിക്കൊരു പ്രശ്നം വെപ്പുണ്ട്, അത് മുടക്കാൻ പറ്റില്ല. ഈ ചെറുക്കൻ ഇത് എന്ത് ചെയ്തിട്ടാണാവോ? പട്ടാളത്തിന് അങ്ങനെയൊന്നുമില്ല. സംശയം തോന്നി ഞങ്ങൾ ആരെയും പൊക്കും. ഞങ്ങളാ? അതെ. എന്നാ നമുക്ക് ക്യാമ്പിലേക്ക് പോവാം. വൈദ്യരെ നിങ്ങൾ ഗോപാലത്തിന് ഇങ്ങോട്ട് അവന്റെ വീട്ടിൽ പോയി വിവരം പറയും. ഞങ്ങൾ ക്യാമ്പിലേക്കോട്ടെ. വിവാദം നീ അതൊക്കെ പൂടി കുട്ടി കളിച്ചല്ലേ പേര് പോയി നോക്കാം. ഈ താടി പഠിച്ചിട്ട് പോണോ? ക്യാമ്പിലേക്ക് വാ. എന്താ തന്റെ പേര്? എനിക്കിവിടുത്തെ പോലീസ് സ്റ്റേഷൻ അറിയോ? ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല സാറേ. അതൊക്കെ പിന്നീട് തീരുമാനിക്കാം. ചോദിച്ചതിന് ഉത്തരം പറയും. അതിന് താൻ എന്തിനോടോ കരയുന്നു? എടോ താൻ എന്തിനാ കരയുന്നു? അയ്യേ എടോ താൻ എന്ത് പണിയായി കാണിച്ചത്? പേടിച്ചിട്ടാ സാറേ. വലിയ മെനക്കേടായല്ലോ. എടോ കരുത്തിൽ നിർത്താൻ. എടോ നിർത്താൻ. എടോ ഞാൻ തന്നെ കൊല്ലാൻ കൊണ്ട് പോകുന്നല്ലോ. ഇവിടുത്തെ പോലീസ് സ്റ്റേഷൻ ഒന്ന് കാണിച്ചു തരാനാ. ആ കള്ളൻ തൽക്കാലം ഇങ്ങനെ നിന്നാ മതി. റെഡി സാർ. ഒറ്റ മിനിറ്റ്, ഒന്ന് ശ്വാസം പിടിച്ചോട്ടെ. താനിവിടെ ഇരുന്നോ. ധൈര്യത്തിന്റെ മുണ്ട് നിറഞ്ഞ ആരും കാണണ്ട കേട്ടോ. നാളെ എല്ലാ എഡിഷനിലും കളറിൽ തന്നെ കേറണം. ശരി സാർ. നാളത്തെ പത്രത്തിൽ തന്നെ കേറുവോ? കേറും. നിന്റെ ചരമ വാർത്ത ഡോ ഈ തൊണ്ടി സാധനം ആ പോസ്റ്റ് ഓഫീസിന്റെ അപ്പുറത്തെ വീട്ടിൽ കൊണ്ടേ കൊടുത്തേക്ക്. അയ്യോ അത് സാറിന്റെ വീടല്ലേ? പിന്നെ May I come in? Yes, come in. അയ്യോ SI. I am SI കേശവൻ, ഗബ്ബാർ കേശവൻ. എന്താ സംശയമുണ്ടോ? അയ്യോ ഇല്ല, ഐ എം സോറി. മനസ്സിലായില്ല. സത്യമായിട്ട് മനസ്സിലായില്ല. ഈ ഗബ്ബാർ എന്ന് പറയുന്നത് വീട്ടുപേരോ അതോ? ആ വീട്ടുപേര് സ്ഥലപ്പേരൊന്നുമല്ല. എന്റെ ഈ സ്റ്റൈല് കണ്ട് നാട്ടുകാരെനിക്ക് കിട്ട പേരാ. പിന്നെ ഞാനത് സ്ഥിരമാക്കി. സംശയിക്കണ്ട, എല്ലാം ഞാൻ തന്നെ. ഗബ്ബാർ കേശവൻ, വിവിധ രൂപങ്ങളിൽ വിവിധ ഭാവങ്ങളിൽ. കൊള്ളാം, നന്നായിരുന്നു. ഇതൊക്കെ ഞാൻ വിവിധ സ്റ്റേഷനുകളിൽ ജീവൻ പണയം വെച്ച് നടത്തിയ ധീരവേട്ടകളാണ്. ഞാനാണ് ഈ ഏരിയയിലെ സാറിന്റെ സ്ഥിരം വേട്ടമൃഗം. ഓഹോ, അതിരിക്കട്ടെ, നമ്മളാരാ, എന്താ കാര്യം? ഞാൻ RAF ക്യാമ്പെന്ന്. ആ ബംഗ്ലാവ് കുന്നിൽ കുറെ മൽഗുണന്മാര് വന്നിറങ്ങിട്ടെന്ന് കേട്ട്. പക്ഷെ ഇപ്പോഴും എന്തിന് പോലീസ് തന്നെ വേണം? നിന്റെ മുറി പോടാ. വരട്ടെ. അപ്പോഴേ ഗബ്ബർ സാറേ, ഞാൻ പട്ടാഭിരാമൻ, മേജർ പട്ടാഭിരാമൻ, ക്യാമ്പിൽ നിന്ന്. ഇവിടെ എത്തിക്കഴിഞ്ഞാൽ എല്ലാ സഹായത്തിനും പോലീസ് ഉണ്ടാവുമെന്ന് അറിയിച്ചിരുന്നു. ആരെയും കാണാഞ്ഞോണ്ട് തെരഞ്ഞിറങ്ങിയതാ. അയ്യോ, സത്യമായിട്ട് സഹായം വേണമെന്ന് അറിഞ്ഞില്ല സാർ. ആ ക്യാമ്പിലേക്ക് സ്ഥിരമായിട്ട് പാല് വേണമായിരുന്നല്ലോ. അയ്യോ, ഈ സ്റ്റേഷനിൽ ഇപ്പൊ കറവില്ല സാർ, സത്യമായിട്ടില്ല. ഞങ്ങളിവിടെ വന്ന അത്ര പിടിച്ചില്ലെന്നറിയാം. ഇളക്കല്ലേ? അല്ല സാർ, ആളറിയാതെ. വേണ്ട വേണ്ട, അഭ്യാസം നടക്കണ്ട. പാലെവിടെ കിട്ടുന്ന പറയാ. ഈ ഗ്രാമത്തിലെ ഏക കറവക്കാരനാണ് നാരായണൻ, കറവനാരായണൻ. പകല് കണ്ടില്ലെങ്കിൽ വൈകിട്ട് അമ്പലത്തിൽ കാണും. ആ അങ്ങനെ കാര്യങ്ങൾ മണി പോലെ വേണം പറയാൻ കേട്ടോ. ഞാൻ വേണമെങ്കിൽ ആളെ വിട്ട് വിളിപ്പിക്കാം സാർ. അതിന്റെ ഒന്നും ആവശ്യമില്ല. എന്തിനാ വെറുതെ ബുദ്ധിമുട്ടുന്നേ? ഇപ്പൊ ഞാൻ പോട്ടെ ഗബ്ബർ സാറേ, ഞാൻ ഇവിടെയൊക്കെ തന്നെ കാണും. നമുക്ക് കാണാം. കാണണം. ആ കാണണമെന്ന് പറഞ്ഞാല് ഇത്തിരി കട്ടി കൂടുതലില്ലേ സാർ? താൻ പോയി ആ പിലാക്കണ്ടി എവിടെയാണ് തപ്പടൂ. ഇതിലും ഭേദം വല്ല മുത്തങ്ങയിലേക്ക് ഇറാഖിലേക്ക് സ്ഥലം മാറ്റം വാങ്ങിക്കുന്നതാ. അതെ, നമ്മളെല്ലാരും കൂടെ പോണോ? സംഗതി പട്ടാളോടെ. നീ ധൈര്യമായിട്ട് വാ പുഷ്കു. ഇതെന്താ വെള്ളരിക്കപ്പെടണോ? ഇത് അങ്ങനെ വിടാൻ പറ്റോ? ഇന്ന് സുഗുര പൊക്കി, നാളെ നമ്മളെ പൊക്കിൽ എന്താ ഉറപ്പ്? ഇവനാ ഇങ്ങോട്ട് പാടോ. ഞാനാ. താനാണ് ഇവിടുത്തെ നേതാവല്ലേ?
അങ്ങനെയൊന്നുമില്ല. കേരളത്തിലും കേന്ദ്രത്തിലും ചെറിയൊരു പിടി. അതും വെച്ചോണ്ട് വെളച്ചിലെടുത്താലുണ്ടല്ലോ തന്റെ കേന്ദ്രവും സ്റ്റേറ്റും കൂടെ ഞാൻ ഒന്നാക്കി കളയും, മനസ്സിലായോ? സാറ് പറഞ്ഞു കേട്ടില്ലേ? എല്ലാരും മാറുന്നേടാ. സാറ് പോയട്ടെ, എല്ലാരും പാവത്തന്മാരാണ്. നീന്താടെ കുഞ്ഞായിട്ട് നിൽക്കണേ. പട്ടാളക്കാർ നിന്നെ പീഡിപ്പിച്ചോ? പീഡിപ്പിച്ചൊന്നുമില്ല, ഒന്ന് പേടിപ്പിച്ചു. ആ, നമ്മള് കരുതിയിരുന്ന പോലെ കുഴപ്പക്കാരനൊന്നല്ലെന്നേ. ഞാനിത് എത്ര കണ്ടതാ ഡൽഹിയില്. ഇന്ത്യ ഗേറ്റ് തൊട്ട് തോക്കും കുത്തിപ്പിടിച്ച് നിൽക്കുന്നത് മുഴുവൻ യുവമാരല്ലേ. എന്നാലും ഇത് എല്ലാവർക്കും ഒരു പാഠമാണ്. എന്നും ഇങ്ങനെ ജീവനോടെ തിരിച്ചു വരണമെന്നില്ല. ഓരോ ജീവൻ രക്ഷാ പോളിസി എടുത്താൽ അവരവരുടെ കുടുംബത്തിന് ഉപകരിക്കും. മയ്യത്തും കാര്യമില്ല ഓന്റെ ഒരു ബിരിയാണി കച്ചവടം. അതിന്റെ ഒരു പോളിസി. അണ്ണനെ ഒന്ന് ഒറ്റയ്ക്ക് കിട്ടാൻ വേണ്ടി കാത്തിരിക്കായിരുന്നു ഞാൻ. അന്ന് RAF-ലേക്ക് ഡെപ്യൂട്ടേഷൻ എഴുതി കൊടുത്തപ്പോഴേ പറഞ്ഞാലേ ഞാൻ ഇങ്ങോട്ടില്ലാന്ന്. അവിടെ ബോർഡറിലാണെങ്കിൽ ഞാൻ ഹാപ്പി ആയിട്ട് കഴിയായിരുന്നു. വരുന്ന വഴിക്ക് എന്തിനാ എന്റെ ലിക്കർ കോട്ട സ്റ്റോപ്പ് ചെയ്ത്? അതോ, ഞാനും കൂടെ അവിടെ ഇല്ല. നീ റമ്മി കുളിക്കുമെന്ന് അറിയാവുന്നതുകൊണ്ടാ ഞാൻ നിന്റെ അപ്പത്തിന് വാക്ക് കൊടുത്തിട്ടുള്ളത് എന്റെ കുടി കൺട്രോൾ ചെയ്തോളാം. ആ, അത് ശരി. ലിക്കർ കോട്ടയില്ലെങ്കിൽ ഞാൻ അവിടെ ഫ്രണ്ട്സും കമ്പനി ആയിട്ട് ലാവിഷായിട്ട് കഴിയായിരുന്നു. സ്പെഷ്യൽ റിക്വസ്റ്റ് എഴുതി കൊടുത്തിട്ട് എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നതിനാ പച്ചക്കറി ആക്കാനോ? ആ, നിനക്ക് അവിടെ ഫ്രണ്ട്സും ഹാപ്പിനെസ്സും ഒക്കെ ഉണ്ടല്ലോ. എനിക്കിവിടെ ആരും ഇല്ലാത്തതുകൊണ്ടാണ് നിന്നോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞു. നിനക്ക് എന്റെ കൂടെ നിൽക്കാൻ താല്പര്യമില്ലേ? പൊയ്ക്കോ, ഞാൻ റിക്വസ്റ്റ് ക്യാൻസൽ ചെയ്തോളാം. അതല്ല അണ്ണാ, ഇത്രയും നല്ല ആൽക്കഹോളിക് വെതറുള്ള സ്ഥലത്ത് വൈകുന്നേരം ആ കുളി കഴിഞ്ഞിട്ട് ആ കുപ്പി ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ പൊട്ടിച്ചിട്ട് 4 എണ്ണ ഒഴിച്ച് ഗ്ലഞ്ചം അടിച്ചിട്ട് ആ വാച്ച് ടവറിന്റെ മുകളിൽ കയറി ഇരുന്നാണ്ടല്ലോ, എനിക്ക് കൊതിയായിട്ട് പാടില്ല. എന്നിട്ട് വേണം എന്റെ മുകളിൽ താഴോട്ട് വീഴാൻ. ഇതാ പറഞ്ഞത് ശരിയാവില്ല, ഒരു കാലത്തും ശരിയാവില്ല. ടവറിന്റെ മുകളിൽ ഇരിക്കില്ല, ഗ്രൗണ്ടിൽ ഇരിക്കാലോ. അണ്ണാ പ്ലീസ്, ഞാൻ ഒരു കുഴപ്പമുണ്ടാക്കില്ല. കർത്താവാണ് സത്യം. വേണമെങ്കിൽ എന്റെ കോട്ടയം 2 പേർക്ക് തരാം. 2 എണ്ണം കിട്ടിയിട്ട് എന്താണ് നാവ് കാണിക്കാനാണ്? പൊയ്ക്കോ. 3 എണ്ണം. ഒഴി. चलो चलो हमारे साथ बुलाया, चलो चलते रहे, धक्के मार रहे, हमारी क्या गलती हो गई भाई बाप? മഴവേട്ട വെറുതെ എങ്ങനെയും തൂങ്ങണോ? പെൻഷൻ പറ്റി വല്ല ചിട്ടി കമ്പനിക്കാ ജ്വല്ലറിക്കാ കാവല് നിൽക്കാറായില്ലേ? വീട്ടില് പോയി പറടാ. മനുഷ്യനെ ബോറടിപ്പിച്ചു കൊല്ലാന്ന് ഈ സാറ് വല്ല നേരത്തെ നേർന്നിട്ടുണ്ടാ. ഞാൻ തന്നെ ഈ പടം 12ാമത്തെ തവണ കാണുന്നത്. എന്താ നിനക്ക് ഷക്കീല പടം കാണിച്ചാടാ? എടാ, എന്നും പട്ടാളക്കാരുടെ പടം കാണിച്ച് ഒരു പട്ടാളക്കാരുടെ ധർമ്മം എന്താണ് നമ്മളെ പഠിപ്പിക്കാനാണ് സാറിന്റെ ശ്രമം. പഠിപ്പിച്ച് ഉള്ള ധർമ്മം ഇല്ലാണ്ടാകാതിരുന്നാ മതി. 100 साल पहले मुझे तुमसे प्यार था, मुझे तुमसे प्यार था, आज भी है और कल भी रहेगा। जिया बेकरार था, जिया बेकरार था, आज भी है और कल भी रहेगा। 100 साल पहले വണ്ടി വിട്ടോ. ഡ്യൂട്ടി സമയത്ത് സ്വപ്പം മദ്യപിച്ച് മയങ്ങി പോയതിന് എനിക്ക് സസ്പെൻഷൻ. പകൽ സമയത്ത് നിന്നെ കത്തിച്ചിട്ടതിന് ഏത് തെണ്ടിയെ സസ്പെൻഡ് ചെയ്യണം? ഇതിലാർക്കും പരാതിയില്ല. എത്ര ദിവസമായി നിന്നെ കണ്ടിട്ട്. നീ ഇങ്ങനെ മാനമുട്ട ഞെളിഞ്ഞു നിന്ന് എന്നെ നോക്കി കൊതിപ്പിക്കാനടി എന്റെ പൊന്ന് വാട്ടർ ടാങ്ക്. എവിടെ നിന്റെ പുതിയ ടെമ്പററി പമ്പ് ഓപ്പറേറ്റർ? ടെമ്പററി ഓപ്പറേറ്റർ മോനെ. പണ്ടജാവൻ കാത്തിരിക്കായിരുന്നോടാ കട്ടിലൊഴിയാൻ. ഈ ടാങ്കിന്റെ പമ്പ് ഞാൻ തന്നെ ഇനി ഓപ്പറേറ്റ് ചെയ്യും. ഇന്ന് ഇപ്പൊ നീ ഇവിടെ സ്ഥലം വിട്ടോണം കേട്ടാ. വെള്ളം അടിച്ച് ഇവിടെ കിടന്ന് ബഹളം ഉണ്ടാക്കിയാലേ ഞാൻ പോലീസിനെ വിളിക്കും. പിന്നെ തന്നെ സസ്പെൻഷൻ ഉണ്ടല്ലോ, ഡിസ്മിസിലാവും. പോലീസിന്റെ അമ്മായപ്പനോ? നീ വിളിക്കൂടാ പോലീസിനെ? വിളിക്കും. നീ വിളിക്കൂടാ പോലീസിനെ? വിളിക്കും. എന്നാ വിളിക്ക്. ചുമ്മാ
ഇത് എന്ത് ഏർപ്പാടായത്? സർക്കസ് ആണോ അതോ റെക്കോർഡ് ഡാൻസ്? സർക്കസാ. ബബൂൺസ്. കോമാളി, നീലകോമാളി. കോമാളി ആ ഇതേത് സർക്കസാ? ജെമിനി സർക്കസ് ആണോ റൈവൻ സർക്കസ് ആണോ കോമാളി? കോമാളി മനസ്സിലായില്ലേ? नहीं तो ഓ മലയാളി അല്ലേ? യഹി സർക്കസ് കോൺ ഹൈ കോമാളി? കോമാളി जोकर्स, ये सर्कस है तू जोकर्स है। तूने मुझे जोकर बोला? साला ये पागल है, ऐसे ही लगता है। എടീ മാലിനി, പുളിയിലിട്ട് കുറച്ച് വെള്ളം തിളപ്പിക്ക്. ഇന്ന് ആരുടെ അടുത്തുനിന്നാണാവോ? എന്താ പറ്റിയത്? കുമാരൻ ആരാ നീ ചെറ്റകൾക്ക് അറിയില്ല. എന്നെ തല്ലിട്ട് ഈ പൊന്നാരി മംഗലത്ത് സർക്കസ് നടത്തുന്ന എനിക്കൊന്ന് കാണാം. അയ്യോ കുമാരേട്ടാ, അത് സർക്കസുകാരല്ല, പട്ടാളക്യാമ്പ് വന്നതാ. ആരാണ് ഇവിടെ ഹിന്ദി പറഞ്ഞത്? ഞാൻ മന്ത്രിയെ കാണാൻ പോയ തക്കത്തിന് പട്ടാളക്കാർ എറിഞ്ഞിങ്ങ ഇവിടെ. ആരാണ് ഇതിന്റെ ഹിന്ദി പഠിപ്പിച്ചത്? അതിനിവിടെ ആര് ഹിന്ദി പറഞ്ഞെന്നാ? കേട്ടില്ലേ ഈ പീസ് അച്ചാച്ചാന്ന് പറഞ്ഞ? അയ്യോ, അത് മലയാളത്തിൽ അച്ഛാന്ന് വിളിച്ചത്. ഇനി മലയാളത്തിൽ എന്നല്ല ഒരു ഭാഷയിൽ ഇവിടെ ഹിന്ദി കേട്ടു പോകരുത്. മാറിയില്ലടി. ഈശ്വര, ഈ മനുഷ്യൻ വന്നു തുടങ്ങി. ചേട്ടാ ആ വലിയ കുപ്പി അത് ഒരു 200 രൂപ എടുത്തേ. ഗോപാൽജി ഒരു 20 രൂപ കുറവുണ്ട്. അടുത്തവണ അഡ്ജസ്റ്റ് ചെയ്യാം. അതെ, കടമൊക്കെ അങ്ങ് ബാറിൽ പറഞ്ഞാൽ മതി കേട്ടാ. എടാ നിന്റെ ഒക്കെ പ്രായത്തില് ചൂടും തണുപ്പും സഹിച്ച് അതിർത്തിയിൽ ഉറക്കമൊഴിച്ച് കിടന്നതിന് കിട്ടണതാ ഈ മിലിറ്ററി കോട്ട. അതിലേ മണ്ണിട്ടളക്കരുത് കേട്ടാ. അടുത്ത തവണ ശരിയാക്കും ഗോപാൽജി. നിന്റെ പാട്ട് പോടാ. രാജ്യം കൊടുക്ക. അയ്യോ അയ്യോന്നോ അയ്യോ ഗോപാൽജി മതി. ആ ഒരു 20 രൂപയ്ക്കുള്ള ഞാൻ എടുത്തിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ തമ്മിൽ ഒരു കടവില്ല. അയ്യോ ഈ കറവക്കാരൻ നാരായണന്റെ വീട് എവിടെയാ? കറവക്കാരൻ ആരാണോ? ഓ നമ്മുടെ വെളിച്ചപ്പാട്. അയാളിപ്പോ വീട്ടിൽ കാണൂല, അമ്പലത്തിൽ കാണും. അമ്പലത്തിലോട്ട് ജാവോ, സീതാ ജാവോ. താങ്ക് യു. ഓക്കേ. ദേവി കുറെ നാളായിട്ട് മുങ്ങി നടക്കായിരുന്നു അല്ലേ? 2-3 മാസം പാലിന്റെ കാശ് കിട്ടാണ്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അത് കിട്ടിയ അമ്മയ്ക്ക് സന്തോഷാവും. അമ്മേ ഭഗവതി. എന്താണ് പട്ടാളം അമ്പലത്തില്? തെരഞ്ഞു നടന്ന് കാണാനിട്ട് ഇങ്ങോട്ട് വന്നത്. എന്തിന്? പട്ടാള ക്യാമ്പിലേക്ക് പാല് വേണം, അത് പറയാൻ വേണ്ടിയാ വന്നത്. അത് ശരി, എന്നാ പൊക്കോളൂ, വഴിയുണ്ടാക്കാം. അമ്മേ വഴിയുണ്ടാക്കാം. ദേവി രക്ഷപ്പെട്ടു.